നിങ്ങൾ ഡയറ്റിലാണോ? ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ ഡയറ്റ് എടുത്താലും ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണി എത്ര എടുത്താലും അതിൻ്റെ ബിരിയാണി റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കുക. പോർഷൻ സൈസാണ് എപ്പോഴും നമുക്ക് വെയിറ്റ് ലോസിലും എല്ലാത്തിലും ആവശ്യമായിട്ട് വരുന്നത്. അപ്പം റൈസിൻ്റെ പോർഷൻ എപ്പോഴും കുറച്ച് വെക്കുക. ബിരിയാണി റൈസ് ഒരു ചെറിയ പോർഷനിലേക്ക് വരുമ്പോൾ തന്നെ ഒരു 70-75 ഗ്രാം കാർബ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ നിന്ന് വരുന്ന ആ കാർബിൻ്റെ കണ്ടൻറ്റ് തന്നെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. പോർഷൻ കുറയ്ക്കുമ്പോൾ ഫാറ്റ് കാര്യങ്ങൾ രണ്ടുപോലെ കൺട്രോളും ആയിട്ടുണ്ടാവും. പിന്നീടുള്ളതാണ് ബിരിയാണി. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. അതിൽ സ്കിന്നുണ്ടെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ട് ഫാറ്റ് കാര്യങ്ങളൊന്നും അധികമായിട്ട് വരില്ല. അതുപോലെ തന്നെ ചിക്കനിലുള്ള ഗുഡ് ഫാറ്റും കിട്ടും. അതുപോലെ പ്രോട്ടീൻസും ഹൈ പ്രോട്ടീൻ ആണ്. ഒരു 13 ഗ്രാമൊക്കെ പ്രോട്ടീൻ ചിക്കനിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ റൈസിനെക്കാട്ടും കൂടുതലായിട്ട് എപ്പോഴും ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കൂടുതലായിട്ട് ബാക്കിയുള്ള കാർബ്സ് വെജിറ്റബിൾസിൽ നിന്ന് വരുന്ന രീതിയിൽ കൂടുതലായിട്ട് കക്കിരി, അതുപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, അങ്ങനെ കൂടുതൽ വെജിറ്റബിൾസ് വരുന്ന രീതിയിൽ ഒരു റൈത്ത പോലെയോ അല്ലെങ്കിൽ ഒരു സാലഡ് പോലെ സൈഡിൽ വെക്കാൻ നോക്കുക. ഇതിൽ കേട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വേണ്ട പ്രോബയോട്ടിക്സും കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു ഡേയിൽ ബാക്കിയുള്ള ഡയറ്റ് നല്ലപോലെ കൺട്രോൾ ചെയ്യുക. അധികം കാലറീസ് വരാത്ത രീതിയിൽ സാലഡ്സും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക.